യെസ്, തീപ്പാറ് മണ്ഡലങ്ങളിലൂടെ മുഹമ്മദ് നൌഫലും ദിവ്യയും നടത്തുന്ന യാത്ര തുടരുകയാണ്. ഇന്നിപ്പോൾ തുടങ്ങിയത് ബേപ്പൂരിൽ നിന്നാണ്. ബേപ്പൂരിൽ പോരാട്ടം തീപ്പാറുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നേരത്തെ മുഹമ്മദ് നൌഫലും ദിവ്യയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അൻവറിന് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. ശരി, അൻവറിന്റെ എന്ത് പറയാനുണ്ട് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മോടൊപ്പം നൌഫലും ദിവ്യയും ഒരിക്കൽ കൂടി ചേരുന്നു. നൌഫൽ, ദിവ്യ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ റിയാസിന് എന്ത് പറയാനുണ്ട് എന്നതിന് ഒരു ഉത്തരം നമ്മൾ കേട്ടു. റിയാസ് പറയാനുള്ളതെല്ലാം ആവോളം പറഞ്ഞു. അവസാനം ദിവ്യ ചെസ്സിനെ കുറിച്ച് ചോദിച്ചതോടുകൂടി ചെസ്സിനെ കുറിച്ചുള്ള വിശദമായ പഠനമടക്കം പ്രേക്ഷകർക്ക് കിട്ടി. അപ്പോൾ ഇനി റിയാസിനുള്ള കൃത്യമായ മറുപടി അൻവറിനുണ്ടോ? അൻവർ എന്തെല്ലാം പ്രതീക്ഷയാണ് മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നതെന്ന് അറിയണം. അതെ, നമ്മൾ ബേപ്പൂരിൽ നിൽക്കുമ്പോൾ ഇനി അറിയേണ്ടത് PV അൻവറിന് എന്താണ് പറയാനുള്ളത് എന്നാണ്. പോസ്റ്ററൊക്കെ ഇവിടെ റെഡിയാണ്. എന്നും മനുഷ്യർക്കൊപ്പം പോസ്റ്ററൊക്കെ ഉള്ളത് കേട്ടോ. ഇനി ബേപ്പൂരും മാറും, നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നുള്ള വഴി മുഴുവൻ മുഹമ്മദ് റിയാസിന്റെ വലിയ കട്ടൗട്ടും ഫ്ലക്സും പോസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടിയായി പലയിടത്തും PV അൻവറിന്റെ ഞാൻ എന്താണ് ചെയ്ത തെറ്റ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ നമുക്ക് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി റിയാസിനുള്ള മറുപടി പറയാൻ അതെ, നമ്മൾ ഈ മണ്ഡലം തെരഞ്ഞെടുത്തതിന്റെ തീ പാറുന്ന മണ്ഡലങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബേപ്പൂർ തീ പാറാറില്ല, പക്ഷെ ഇത്തവണ തീ പാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകുന്ന സൂചന. ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേപ്പൂർ പോർട്ടിന്റെ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ് എന്ന്, ഡെവലപ്മെന്റ് ഓഫ് ബേപ്പൂർ പോർട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ കാണാം. അന്ന് K കരുണാകരൻ ഉദ്ഘാടനം ചെയ്ത, CH മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ച ആ ചടങ്ങിന്റെ ഫലകമാണത്. ഇത് തൊട്ടപ്പുറത്താണ് ബേപ്പൂർ പോർട്ട് ഉള്ളത്. അങ്ങനെ അതിന്റെ ചുവട്ടിലാണ് നമ്മുടെ PV അൻവർ ഇരിക്കുന്നത്. ഞങ്ങളൊന്ന് ഇരുന്നോട്ടെ. ഇത്തവണ ദിവ്യ അവിടേക്ക് ഇരുന്നോ. ഇത്തവണ ബേപ്പൂർ സുൽത്താൻ ആകില്ലേ? സുൽത്താനാകാൻ ഏതായാലും ഇല്ല. നമുക്ക് ഒരു സാധാരണ പൊതുപ്രവർത്തകനായി നിൽക്കാനാണ് ഇഷ്ടം. സുൽത്താനിസം ഇസമാണ് പ്രശ്നം. എല്ലാം ഒരു ഇസമാണല്ലേ, പിണറായിസം, മരുമോനിസം, പക്ഷെ നിലമ്പൂർ സുൽത്താൻ എന്ന് പറയാറുണ്ടായിരുന്നു അല്ലേ? നിലമ്പൂർ സുൽത്താൻ എന്നൊരു പേരുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അന്നും അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അത് ജനാധിപത്യത്തിലൊരു സുഖകരമായിട്ടുള്ള പ്രയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ മരുമോനിസം എന്നൊക്കെ പറയുന്നതിലും ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടോ? മരുമോനിസം എന്ന് പറയുന്നതിൽ മരുമോൻ എന്താ കുഴപ്പം? ആ മരുമോനിലൊരു ഇസം കൂടി ചേർക്കുമ്പോൾ അതിലെന്താ കുഴപ്പം? ഇവിടെ ജി സുധാകരനെ മിനിയാന്ന് വിളിച്ചത് ചെറ്റയെന്നാണ്. അതിൻ്റെ 10 ദിവസം മുമ്പ് നടന്ന ചടങ്ങുകൾ നടന്ന സംഭവം നമ്മൾ കണ്ടാണ്. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഒരു ഇലക്ഷൻ യോഗത്തിൽ ഒരു ചോദ്യം ചോദിച്ചൊരു സാധാരണക്കാരനോട് നീ വീട്ടിൽ പോയി ചോദിച്ചോ എന്ന് പറഞ്ഞാണ്. അതിനൊന്നും കുഴപ്പമില്ല. നികൃഷ്ടജീവി എന്ന് ബഹുമാന്യനായ രമേജി വസിഞ്ചാനിയിൽ പിതാവിനെ വിളിക്കാൻ ഒരു കുഴപ്പമില്ല. പരമനാറി എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. ബോഡി വേസ്റ്റ് എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. ഞാൻ മരുമോൻ, അതിൻ്റെ കൂടെ ഒരു ഇസം പറഞ്ഞു, അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് SFIയിലൂടെ DYFIയിലൂടെ പാർട്ടിയിലൂടെ കടന്നു വന്നതാ എന്ന കാര്യത്തിൽ എനിക്ക് അറിവുള്ളതല്ലേ. അതിലൊന്നും എനിക്കൊരു എതിരഭിപ്രായമില്ല. ഇനി അദ്ദേഹം ഒരു മന്ത്രിയായി എന്നതിലും അതൊരു അധികപ്പറ്റാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്രമാദിത്വം, കേരളത്തിലെ ഈ 10-20 മന്ത്രിമാരിൽ അദ്ദേഹത്തിന് മാത്രം കിട്ടിയ ഓവർ പവർ, അദ്ദേഹത്തിന് മാത്രം കിട്ടുന്ന, അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് മാത്രം കിട്ടുന്ന സാമ്പത്തിക സഹായം, ഇതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് ലഭിക്കുന്നതാണ് എന്നാണ്. അല്ല, ഞാൻ ചോദിക്കാം, ഇവിടെ 2 ഹെൽത്ത് സെൻ്ററുകൾ പൂട്ടിക്കിടക്കുന്നു, സബ് സെൻ്ററുകൾ. ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിലെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പോലുള്ള പ്രസവം. കാരണം പറയുന്നത് പണമില്ല എന്നാണ്. ഇവിടെ കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അതിനും കാരണം പറയുന്നത് പണമില്ല എന്നാണ്. എന്നാൽ ഇവിടെ ഒരു PWD റെസ്റ്റ് ഹൗസ് ഉണ്ട് പാലത്തിൻ്റെ ചോട്ടിൽ. കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ആ കെട്ടിടം പുനർനിർമ്മിക്കാൻ 4.5 കോടി ഉറുപ്പിക ഈ മന്ത്രി ചെലവാക്കി. ഫൈനാൻസിൽ നിന്ന് എങ്ങനെ ക്ലിയറൻസ് കിട്ടിയത്? എങ്ങനെ ക്ലിയറൻസ് കിട്ടി? കുടിവെള്ളമില്ലാത്ത, ആശുപത്രികളില്ലാത്ത, അംഗനവാടികൾ പൊളിഞ്ഞു കിടക്കുമ്പോൾ അതിന് ഫണ്ടില്ല ഈ ഗവൺമെൻറ് പറയുമ്പോൾ, അദ്ദേഹത്തിന് അന്തി ഉറങ്ങാൻ കൊട്ടാരം പണിയാൻ 4.5 കോടി ഉറുപ്പിക ഈ ഗവൺമെൻറ് കൊടുത്തു. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം ഇവിടെ ഒരു സപ്ലിമെൻ്റ് അടിച്ച് ഈ നാട് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ആ സപ്ലിമെൻറ്റിൽ അതിൻ്റെ ഫോട്ടോ, ഈ പുതുക്കി പണിത റെസ്റ്റ് ഹൗസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അഭിമാനകരമായ നേട്ടമായി അദ്ദേഹം പറയാണ്.
അവിടെയാണ് പ്രശ്നം. അതെ, 1400 കോടിയോളം വികസന പദ്ധതികൾ ഇവിടെ നടപ്പാക്കി എന്ന് പറയുന്നു, റോഡ് നന്നാക്കി എന്ന് പറയുന്നു, ടൂറിസം ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വോട്ട് വരുന്നത്. അല്ല, അത് അതിൻ്റെ ഒരു വഴിക്കവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു നിയോജക മണ്ഡലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നം എന്നുള്ള ആരോഗ്യമാണ്, 2 വിദ്യാഭ്യാസമാണ്, 3 തൊഴിലാണ്, പിന്നെ അവിടെ ചുറ്റുപാടിൽ നിൽക്കുന്ന നിലവിലുണ്ടായിരുന്ന തൊഴിൽശാലകൾ നിലനിർത്തലാണ്. ഇവിടെ വിദ്യാഭ്യാസം എന്താ സ്ഥിതി? ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തുപോയി പഠിക്കുകയാണ്. കടലുണ്ടിയിലേക്ക് പോകണം നിങ്ങൾ, തൊട്ടടുത്ത പഞ്ചായത്ത്, ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒറ്റ പഞ്ചായത്തേ ഉള്ളൂ കടലുണ്ടി. ആ കടലുണ്ടിയിൽ UP സ്കൂളില്ല ഗവൺമെൻറ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് ഹൈസ്കൂളില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറി സ്കൂളില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം. 10,000 കണക്കിന് കുട്ടികൾ പുറത്തുപോയി പഠിക്കുകയാണ്.